സോണൽ. എന്തായാലും ഈശ്വർ മൽപേക്ക് തിരച്ചിൽ ആരംഭിക്കുന്നതിന് മുൻപ് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി വേണം. രാവിലെ മുതൽ തന്നെ അനുകൂല കാലാവസ്ഥയാണ്. ഇതുവരെ ജില്ലാ കളക്ടർ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഈശ്വർ മൽപേ തിരച്ചിലിനായി ഇറങ്ങാനുള്ള നടപടിക്രമങ്ങളുടെ തുടക്കത്തിൽ തന്നെയാണോ? രോഹിണി, ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇവിടെ 10 മണിയോട് കൂടി എത്തും എന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. പക്ഷേ അവരാരും എത്തുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ അതിനൊന്നും കാത്തു നിൽക്കാതെ, തികച്ചും ഔദ്യോഗിക സംവിധാനങ്ങളെ ഒന്നും തന്നെ കാത്തു നിൽക്കാതെ ഈശ്വർ മാൽപ്പ തന്നെ ആ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ ശുഭസൂചന എന്നോണം ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ലോഹ വസ്തു നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം അത് ലോറി ഉടമയായിട്ടുള്ള മനാഫിന് കൈമാറുന്ന സാഹചര്യം ഉണ്ടായി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അദ്ദേഹത്തിന്റെ കൈകളിൽ ആ വസ്തു ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഇത് മറ്റേ കണ്ടെയ്നറിന്റെ ലോക്കില്ലേ, കണ്ടെയ്നറിന്റെ ലോക്കാണ്. മനാഫ് ഇപ്പോൾ പ്രതികരിച്ചതിൽ നിന്ന് വ്യക്തമായത് ഇത് ട്രക്കിന്റെ ലോക്കാണ്. ട്രക്കിന്റെ ലോക്കായിട്ടുള്ള സാധനമാണ് അത്. അർജുന്റെ ലോറിയുടേതല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ട്രക്കിന്റെ ലോക്കാണ്, അത് മറ്റൊരു വാഹനത്തിൻ്റെതാകാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. നിലവിലെ സാഹചര്യം അനുസരിച്ച് അത് മറ്റേ കണ്ടെയ്നർ ലോക്കാ, കണ്ടെയ്നറിന്റെ ലോക്കാണത്. അല്ലാന്നാണ് എന്റെ ഇത്. അത് യൂസ് ചെയ്തിട്ടില്ല, അധികം ഉപയോഗിക്കാത്ത സാധനമാണത്. പുതിയ വണ്ടിയുടെ അത് അധികം യൂസ് ചെയ്യാത്ത സാധനമാണ്. അത് നമ്മളതല്ല, എന്തായാലും ആവാനാണ് ചാൻസ്. ഇനി മറ്റേ എന്താ പറയുക, ഭാരത് ബെൻസ് അങ്ങനത്തെ ഒരു സാധനം ഫ്രീ ആയിട്ട് വണ്ടിയിൽ വെക്കുന്നുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. നമുക്കത് ഉപയോഗമുള്ള സാധനം അല്ല അത്. ഒന്ന് ഇതെപ്പോ കിട്ടിയിട്ടല്ലേ ഉള്ളൂ. കണ്ടാളി, അത് നമ്മളെ വണ്ടി അങ്ങനെയുള്ളതല്ല. അല്ല, ഞമ്മക്ക് യൂസ് ഉള്ള സാധനം അല്ല അത്. അത് വലിയ ഷാക്കൾ, അത് വലിയ, എനിക്ക് തോന്നുന്നത് അത് ആ ടാങ്കർ ലോറിന്റെ പറഞ്ഞതനുസരിച്ച് അത് ടാങ്കർ ലോറിയുടേതാകാനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ആ അർജുൻ്റെതല്ലാത്ത മറ്റ് 2 വാഹനങ്ങൾ കൂടി പുഴയുടെ അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ട്. അതിൽ പറയപ്പെടുന്ന ആ ടാങ്കർ ലോറിയുടേതാകാം ഈ വസ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമുക്ക് ശുഭപ്രതീക്ഷ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരിക്കലും കൈവിടുന്നില്ല. കാരണം ആദ്യഘട്ടത്തെ പരിശോധനയിൽ തന്നെ ഇത് ലഭിക്കുന്നു. തികച്ചും ഔദ്യോഗിക സംവിധാനങ്ങൾക്കൊന്നും തന്നെ കാത്തു നിൽക്കാതെയാണ് ഈശ്വർ മാൽപ്പ ഇതിലേക്ക് ഇറങ്ങുന്നത്, ഈ ദൗത്യത്തിലേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം ആദ്യ ഡൈവിംഗിൽ തന്നെ ഇത്തരത്തിൽ ഒരു ലോഹ വസ്തു കിട്ടുന്നു. പക്ഷെ അത് അർജുന്റെ ലോറിയുടേതല്ല എന്നുള്ളതാണ് ലോറിയുടെ ഉടമ മനാഫ് ഉൾപ്പെടെ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോവാം. വീണ്ടും ഒരു ഡൈവിനായിട്ട് അദ്ദേഹം തയ്യാറെടുക്കുന്നുണ്ട്. അടുത്ത ഡൈവിലേക്ക് പോകുന്നതോടൊപ്പം ചില സൂചനകൾ കൂടി, അല്ലെങ്കിൽ മറ്റ് ടീം അംഗങ്ങൾ കൂടി ഇതിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത് നമുക്ക് നോക്കി തന്നെ കാണേണ്ടതാണ്. തോന്നി അതെ സോണൽ, എന്തായാലും ആദ്യഘട്ടത്തിലെ തിരച്ചിലിനായി ഈശ്വർ മൽപേ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി തിരികെ ഭാരമുള്ള ഒരു ലോഹഭാഗവും കൊണ്ടാണ് വന്നത്. അത് അർജുൻ്റെ ലോറിയുടേതാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഈശ്വർ മൽപേ അത് ലോറി ഉടമ മനാഫിന് കൈമാറുകയുണ്ടായി. പക്ഷേ മനാഫിന് അത് തൻ്റെ ലോറിയുടെ ഭാഗമല്ല, മറ്റേതോ ഒരു വാഹനത്തിൻ്റെതാണ്. പ്രത്യേകിച്ച് അത് കണ്ടെയ്നർ ലോറിയുടെ അല്ലെങ്കിൽ ടാങ്കർ ലോറിയുടേതായിരിക്കാം എന്നുള്ള നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും അർജുൻ്റെ ലോറിയോടൊപ്പം തന്നെ മറ്റ് 2 വാഹനങ്ങളും കൂടി പുഴയിലേക്ക് പോയിരുന്നു. മണ്ണിടിച്ചിലിൽ ഇവ 3ഉം പുഴയുടെ അടിത്തട്ടിലേക്ക് മുങ്ങി താഴ്ന്നപ്പോൾ തെറിച്ചുപോയ ഭാഗങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വർ മൽപേ രണ്ടാമതും പുഴയിലേക്ക് ഇറങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. അദ്ദേഹത്തോടൊപ്പം മറ്റൊരു ഡൈവർ കൂടിയുണ്ട്. എന്തായാലും കൂടുതൽ തിരച്ചിലുകൾ നടത്തി ലോറി എവിടെ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈഡ്രോളിക് ജാക്കി ഉൾപ്പെടെ കണ്ടെത്തിയപ്പോൾ ശുഭപ്രതീക്ഷ തന്നെയായിരുന്നു. ഡീസലിൻ്റെ കണികകളും വെള്ളത്തിൽ കലരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈശ്വർ മൽപേ രണ്ടാമതും ഡൈവിനായി തയ്യാറെടുക്കുന്നത്. രാവിലെ തന്നെ ഔദ്യോഗിക സംവിധാനങ്ങൾ അവിടെ എത്തിച്ചേരും എന്ന് അറിയിച്ചിരുന്നു. 10 മണിയോടുകൂടി തന്നെ ജില്ലാ കളക്ടറും MLAയും ഒക്കെ സ്ഥലത്തെത്തും എന്നും അറിയിച്ചിരുന്നു. രാവിലെ മുതൽ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വർ മൽപേക്ക് പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ അനുകൂല സാഹചര്യവുമായിരുന്നു. പക്ഷേ
ഭരണകൂടങ്ങൾ ഔദ്യോഗികമായ ഒരു ഉത്തരവ് നൽകാൻ താമസിക്കുന്നത് മനസ്സിലാക്കി ആ ഉത്തരവിനായി കാത്തു നിൽക്കാതെ അനുകൂല സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈശ്വർ മൽപെ അതിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ആ ആഴങ്ങളിലേക്കുള്ള പോക്ക് വെറുതെ ആയില്ല. കൃത്യമായി തന്നെ താഴെ എത്തി അടിത്തട്ടിൽ നിന്നും ഒരു ലോഹഭാഗവും കൊണ്ടാണ് ഈശ്വർ മൽപെ പുറത്തേക്ക് എത്തുന്നത്. പക്ഷേ അത് മറ്റൊരു കണ്ടെയ്നർ ലോറിയുടേതാണ് എന്നുള്ള സ്ഥിരീകരണമാണ് ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമതും ഈശ്വർ മൽപെ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു ഡൈവർ കൂടിയുണ്ട്. 4 ഡൈവർമാർ അടങ്ങുന്ന ഈശ്വർ മൽപെ ഉൾപ്പെടെ 4 ഡൈവർമാരുടെ ഒരു സംഘമാണ് ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മറ്റ് ഔദ്യോഗിക സംവിധാനങ്ങൾ എത്തിച്ചേരുന്നതേ ഉള്ളൂ. എന്തായാലും അർജുൻ്റെ കുടുംബവും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഓരോരുത്തരും. കാരണം ഇനി ഓർമ്മയുടെ അവശേഷിപ്പുകൾ മാത്രമാണ് അവർക്ക് കിട്ടാനുള്ളത്. അർജുൻ എന്ത് സംഭവിച്ചു, ട്രക്കിനുള്ളിൽ തന്നെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ളതിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അവരുടെ ഏക പ്രതീക്ഷ ഇനി ഇന്നത്തെ തിരച്ചിലിനെ ആസ്പദമാക്കി തന്നെ ആയിരിക്കും. സോണലിലേക്ക് പോവുകയാണ്. സോണൽ, രണ്ടാമതും ഈശ്വർ മൽപെ പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. സോണലിന് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് അല്പസമയം മുമ്പ് ഈശ്വർ മാൽപയ്ക്ക് ലഭിച്ചിട്ടുള്ള വസ്തു. ഇതാണ് അർജുൻ്റെ കണ്ടെയ്നറിൻ്റെ അല്ലെങ്കിൽ അർജുൻ്റെ ലോറിയുടേതല്ല, മറ്റൊരു കണ്ടെയ്നറിൻ്റെ ലോക്കാണ് എന്ന് പറയുന്നൊരു വസ്തു. ഇതാണ് ആ ഒരു വസ്തു. അല്പസമയം മുമ്പ് നമുക്ക് ലഭിച്ചിരുന്ന സാധനം. എന്തായാലും ഇത് അർജുൻ്റെ ലോറിയുടേതല്ല എന്നുള്ളത് തന്നെയാണ് ലോറി ഉടമ മനാഫ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അടുത്ത ഘട്ടം തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായ കാര്യമാണ്. കാരണം അദ്ദേഹത്തോടൊപ്പം മറ്റൊരു ഡൈവർ കൂടി ചേർന്ന് കൃത്യമായ ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. ആദ്യഘട്ടത്തിലെ പ്രധാനപ്പെട്ട സൂചന ശുഭപ്രതീക്ഷ ലഭിച്ചതോടുകൂടി സംഘം ചേർന്നുള്ള ഒരു തിരിച്ചിലേക്ക് കാര്യം ചെന്നെത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് പറയേണ്ടത്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഔദ്യോഗിക സംവിധാനങ്ങളൊന്നും തന്നെ എത്തിയിരുന്നില്ല. ഇന്ന് 8:30 കൂടി ഈ തിരച്ചിൽ ആരംഭിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് തീർത്തും ഒരു അനാസ്ഥ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 10 മണി വരെ ഈശ്വർ മാൽപെ ഉൾപ്പെടെയുള്ളവർ ആ സംഘം ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ജില്ലാ കളക്ടർ ഉൾപ്പെടെ വരാത്ത അല്ലെങ്കിൽ ഈ പ്രദേശത്തേക്ക് എത്താത്ത സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് ഈ ഔദ്യോഗിക സംവിധാനങ്ങളെ ഒന്നും തന്നെ കാത്തു നിൽക്കാതെ ഈശ്വർ മാൽപെ തന്നെ ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് ആദ്യ ഡൈവ് നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആദ്യ ഡൈവിൽ തന്നെ മറ്റൊരു ലോറിയുടേതെന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഒരു വസ്തു, അതായത് കണ്ടെയ്നറിന്റെ ലോക്കാണ് എന്നാണ് മനാഫ്, അതായത് അർജുന ലോറിയുടെ ഉടമ അത് പറഞ്ഞിട്ടുള്ളത്. ആ വസ്തു ലഭിക്കുന്ന സാഹചര്യം അതിനുശേഷം ആ പ്രത്യേക കേന്ദ്രത്തിലെ 2 ആൾ കൂടിയുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയും വസ്തുക്കൾ ശുഭസൂചനയുള്ള വസ്തുക്കൾ ലഭിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.